എന്താ അപ്പു? എടാ അപ്പു മാടാ, ശിവേട്ടൻ കയറട്ടെ. രാമേട്ടെ ഇവനൊന്ന് മാറ്റിക്കേ. അല്ല, അതിൽ ചില കാര്യങ്ങളില്ലാതില്ല. എന്താ രാമേട്ട നിങ്ങളൊക്കെ ഇങ്ങനെ? കാര്യമുണ്ട്. എടാ ശിവ, നീ സാഹചര്യം മനസ്സിലാക്കണം. ഞങ്ങളൊക്കെ കുടുംബങ്ങളായവരാണ്, നിന്നെപ്പോലെയല്ല. അപ്പം നീ വീട്ടിലേക്ക് വരണ്ട, അതാണ് നല്ലത്. ചേട്ടൻ പറഞ്ഞാണ് കാര്യം. മറ്റുള്ളവരുടെ അഭിപ്രായം കൂടെ നമ്മൾ മാനിക്കണ്ടേ? സ്കൂളിൽ കുട്ടികളൊക്കെ ഒന്ന് കളിയാക്കാം അല്ലേ വല്ലിച്ച? എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ കാരണം ഞാരുടെ കുടുംബത്തിൻ്റെ മനസ്സമാനം നഷ്ടപ്പെട്ടു. പക്ഷേ ഈ കുടുംബത്തിന് വേണ്ടിയാണ് ഞാൻ ജയിലിൽ പോയത്. ആര് മറന്നാലും രാമേട്ടത് മറക്കരുത്. ഞാൻ എന്താന്ന് ചെയ്തോളാം. സാരല്ല രാമേട്ട, ചിലരുടെയൊക്കെ ജന്മവും ജീവിതമൊക്കെ ഇതായിരിക്കും അല്ലേ. ശരി, നിങ്ങൾ വിട്ടോ. എടാ അപ്പോ എല്ലാവരും അന്വേഷിച്ചിട്ട് പറയണേ. ശരി രാമേട്ട. ഹലോ, ഇന്ന് എനിക്ക് മീറ്റിങ്ങിന് വരാൻ പറ്റില്ല. ഞാൻ രാമൻ്റെ വീട് വരെ ഒന്ന് പോവുകയാണ്. ഇന്ന് റിലീസായില്ലേ ശിവൻ, അവനെ ഒന്ന് കാണണം. ഒരു സൂപ്രണ്ട് എന്നുള്ള രീതിയിലല്ല, ഒരു നെയ്ബർ എന്നുള്ള രീതിയിലാണ് ഞാൻ പോകുന്നത്. ആ ഓക്കെ. നമ്മുടെ ശിവനല്ലേ വരുന്നത്? ഇവൻ ഇതുവരെ വീട്ടിൽ പോയില്ലേ? ഇവിടെ താനെന്താ വീട്ടിൽ പോയില്ലേ? തൻ്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല സാറേ. താൻ എന്നെ ഒരു സൂപ്രണ്ടായിട്ട് കാണണ്ട, തൻ്റെ സഹോദരൻ്റെ കണക്ക് കണ്ടാൽ മതി. താൻ എന്തുണ്ടെങ്കിലും എൻ്റെ അടുത്ത് പറ. സാറേ, കക്കാനോ ആരെയോ കൊല്ലാനോ എനിക്കറിയില്ല, ശീലവുമില്ല. എനിക്ക് തിരിച്ചാ ജയിലിൽ പോകാൻ പറ്റുമോ സാറേ? പറ്റുമോ സാറ്? പറ സാർ. താൻ എന്താ പറയുന്നത്? പറ്റില്ല അല്ലേ സാറേ? ചിലരുടെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ? സ്വന്തം കുടുംബത്തിന് വേണ്ടി, സ്വന്തം സഹോദരന് വേണ്ടി ബലിയാടായ നമ്മുടെ ശിവന്റെ അവസ്ഥ നോക്കി കുടുംബത്തിന് പോലും അയാളെ വേണ്ട.